വയനാട്ടിൽ ലോറി ഡ്രൈവറെ പോലീസ് കല്ലെറിഞ്ഞെന്നും മർദ്ദിച്ചെന്നും പരാതി. കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. കോഴിക്കോട് ചേളന്നൂർ സ്വദേശി സോനുവാണ് പരാതിക്കാരൻ. തിരക്ക് കൂടുമ്പോഴേക്കും KSRTC ഡിപ്പോന്റെ ആ കയറ്റോട് കയറണം. തിരക്കായി കഴിഞ്ഞാൽ നോക്കാൻ കഴിയല്ലോ. അങ്ങനെ ഞാൻ നിർത്തി പോകുന്നത്. അയാൾ ഇങ്ങോട്ട് മെസ്സേജ് കൊടുത്ത് വണ്ടി ഇവിടുന്ന് വണ്ടി നടുക്ക് പോലീസാൻ കയറുന്നു. എനിക്ക് ചവിട്ടാൻ കിട്ടിയില്ല. ഞാൻ എടുത്ത് വെട്ടിച്ച് കട്ട് ചെയ്ത് പോകുന്ന ശേഷം മുമ്പോട്ട് നിന്ന് വെട്ടിലെത്തിയതോ ചവിട്ടി അടി നിന്ന വണ്ടി. വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് കൽപ്പറ്റ ബൈപ്പാസിന് സമീപത്ത് വെച്ചാണ് സംഭവം. കൽപ്പറ്റ നഗരത്തിൽ രാവിലെ സമയക്രമം തെറ്റിച്ചോടിയ ചരക്ക് ലോറിക്ക് പോലീസ് കൈകാണിച്ചപ്പോൾ നിർത്തിയില്ലെന്നാരോപിച്ചാണ് പോലീസുകാരൻ പ്രകോപിതനായതെന്നാണ് പരാതി. കൈകാണിച്ചതിന് അല്പം മാറ്റി ലോറി നിർത്തിയ ഡ്രൈവറെ ലക്ഷ്യമാക്കി ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ ആദ്യം കല്ലെറിയുകയും പിന്നീട് വലിച്ചിറക്കി മർദ്ദിക്കുകയും ചെയ്തെന്നാണ് പരാതി. പരിക്കേറ്റ കോഴിക്കോട് ചേളന്നൂർ സ്വദേശി സോനുവിനെ കൽപ്പറ്റ കൈനാട്ടി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്നാൽ ഇയാൾ ബാക്കിൽ നിന്ന് കല്ലെടുത്തെറിഞ്ഞു. പോലീസുകാരൻ കല്ലെടുത്തെറിഞ്ഞ വണ്ടി ഞാൻ മെയിൻ ക്ലാസ്സാണ് പൊട്ടി. അത് ഞാൻ നോക്കി ഇന്നെ എറിഞ്ഞു. ഞാൻ കൊണ്ട് ഉള്ളോട് വെച്ചതിനോട് ഈ മുഖത്ത് കല്ലേറി ഇടിക്കില്ല. വണ്ടി ക്ലാസ് പൊട്ടി. അവിടെ ഇയാൾ പാഞ്ഞു നിന്ന് ഡോറ് വന്ന് ഞാൻ പിടിച്ച് വലിച്ചിറക്കി. എന്നിട്ട് ഈ വെള്ളടിച്ചിട്ടുണ്ട് കഞ്ചാവാണ് എന്താന്ന് പറയണ്ടെങ്കിൽ വേദനയാക്കുന്നത്. നാട്ടുകാർ പിടിച്ച സ്ഥലം കൊണ്ടാണ് നിർത്തിയത്. മുൻപുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തൊണ്ടയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞതിനാൽ സോനുവിന് സംസാരത്തിൽ അവ്യക്തതയുണ്ട്. വിവരമറിഞ്ഞ് സോനുവിന്റെ അമ്മയും സഹോദരിയും കൽപ്പറ്റയിലെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. സർജറിക്ക് ശേഷം സോനുവിന്റെ സംസാരത്തിൽ വ്യക്തത കുറവുണ്ടായിരുന്നതായി മാതാവും പറഞ്ഞു. അവനൊരു അപകടം പറ്റിയിട്ട് 6 മാസം മെഡിക്കൽ കോളേജിൽ കിടന്ന് തീരെ ബോധമില്ലാതെ കിടന്ന 2 മാസം ബോധത്തോടെ കിടന്ന് 4 മാസം തീരെ ബോധമില്ലാതെ കിടന്നിട്ടാണ് ഈ കഴുത്തിന് ഈ ഓപ്പറേഷൻ ചെയ്തതിന് കൊണ്ടാണ് അവന് സംസാരത്തിനൊരു വ്യത്യാസമുള്ളത്. അതിനെക്കൊണ്ടാണ്. അല്ലാണ്ട് അവൻ വെള്ളം അടിക്കുകയോ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. അവൻ ആ സംസാരം അതുകൊണ്ടാണ്. പിന്നെ വണ്ടി ഓട്ടാൻ ഇന്നലെ മെനയാന്നേ പോയി വണ്ടി ഓട്ടി വരുന്ന ക്ഷീണിച്ച ആളാണ്. കർണാടകയിൽ നിന്ന് അരി കയറ്റി കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ലോറിയുടെ മുൻ ഗ്ലാസ് കല്ലേറിൽ തകർന്നു. എന്നാൽ പരാതി നൽകിയിട്ടും പോലീസ് ഇതുവരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. പോലീസ് നിരീക്ഷണത്തിലാണ് കൈനാട്ടിലെ ജനറൽ ആശുപത്രിയിൽ സോനു കഴിയുന്നത്. സംഭവത്തിൽ ലോറി യൂണിവേഴ്സ് അസോസിയേഷനും പ്രതിഷേധവുമായി രംഗത്തെത്തി. പോലീസുകാരനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ന്യൂസ് മലയാളം, വയനാട്.